ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിതീവ്രമായി തുടരവേ ഇറാനിലെ അരാക് ആണവ നിലയം ഇസ്രായേൽ ആക്രമിച്ചു. ഈ കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ വ്യാഴാഴ്ച രാവിലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇറാനിലെ തെഹ്റാനിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ആണവ നിലയമാണ് അരാക് ഹെവി വാട്ടർ റിയാക്ടർ. ഇതുവരെ റേഡിയേഷൻ ഭീഷണി ഉയർന്നിട്ടില്ലെന്നാണ് ഇറാൻ അറിയിച്ചത്. ആക്രമണത്തിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. തിരിച്ചടിയായി ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാൻ കനത്ത വ്യോമാക്രമണം തുടരുകയാണ്. മധ്യ തെക്കൻ ഇസ്രായേലിലെ 4 സ്ഥലങ്ങളിൽ ഇറാൻ്റെ മിസൈലുകൾ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. ടെൽ-അവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും കനത്ത നാശനഷ്ടമുണ്ടായി. പ്രാദേശിക സമയം രാവിലെ 8:30 ആക്രമണം. നിരവധി കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർന്നു. 60-ലേറെ പേർക്ക് പരിക്കേറ്റതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ സൈന്യത്തിൻ്റെ കമാൻഡ് ആൻഡ് ഇൻ്റലിജൻസ് ആസ്ഥാനവും സൈനിക ഇൻ്റലിജൻസ് ക്യാമ്പ് ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തുന്നതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ബീർഷെവയിലെ സൊറോക്ക ആശുപത്രിക്ക് സമീപമാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നായ സൊറോക്ക ആശുപത്രിക്ക് നേരെയും മിസൈൽ ആക്രമണമുണ്ടായി. ഈ സൈനിക ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടപ്പോഴാണ് ആശുപത്രി തകർന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനിടെ ആക്രമണത്തിൽ IDFൻ്റെ സൈറ്റുകളും തകർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. 50 മിസൈലുകളാണ് ഈ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തുവിട്ടത്. ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ നിരവധി നെക്സ്റ്റ് ജനറേഷൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഇസ്രായേലിൻ്റെ കരുത്തുറ്റ വ്യോമപ്രതിരോധ സംവിധാനം മറികടന്ന് മിസൈലുകൾ ലക്ഷ്യങ്ങളിൽ പതിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേലിലുടനീളം അപായ സൈറനുകൾ മുഴങ്ങിയതിൻ്റെയും ജനങ്ങൾ അഭയസ്ഥാനം ലക്ഷ്യമിട്ട് പായുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മിസൈലുകൾ ടെൽ-അവീവിലെ സൈനിക ഇൻ്റലിജൻസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിൽ പതിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. വ്യാഴാഴ്ച ടെൽ-അവീവിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ 50 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. പുതിയ മിസൈലുകളായ ഖൈബർ ഷേഖൻ, സെജിൽ, ഫതാഖ് എന്നിവ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബുധനാഴ്ചയും സെജിൽ മിസൈൽ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇറാൻ സൈന്യത്തിൻ്റെ കരുത്താണ് മിസൈലുകൾ. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഇറാന് നൽകുന്നുണ്ട്.